കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു കറി ഉണ്ടാക്കാം. ഈ കറി ഉണ്ടാക്കുന്നത് ചുവന്നുള്ളിയും പിന്നെ വാളപ്പുളിയും പിന്നെ തേങ്ങാപ്പാലും ഇത് മൂന്നും കൂടി ചേർത്തിട്ടാണ് ഈ കറി റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഈ കറി നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കറി നിങ്ങൾ മിക്കപ്പോഴും ഉണ്ടാക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറി നമ്മുടെ ചോറിലേക്ക് ഒഴിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കുന്നത്. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 200 ഗ്രാം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്ന ചുവന്നുള്ളി ചിലത് കുറച്ച് വലുതും ചിലത് കുറച്ച് ചെറുതാണ്. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് ആകുമ്പോൾ ഇതേപോലെ തന്നെ ചെറിയ ടൈപ്പ് ചുവന്നുള്ളി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ചെറിയ ടൈപ്പ് ചുവന്നുള്ളി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ടൈപ്പ് എടുക്കുക. ഇനിയിപ്പോൾ ഒരുപാട് വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1-2 കട്ട് ചെയ്തിട്ട് ചേർക്കാം. പക്ഷേ ഇതിനിപ്പോൾ അത്രയ്ക്ക് വലിപ്പം അങ്ങോട്ട് കൂടുതലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് മുഴുവനായിട്ടാണ് ഇടുന്നത്. പിന്നെ ഇത് കറിയിലിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുമല്ലോ. അതിൻ്റെ തൊണ്ടയൊക്കെ കളഞ്ഞിട്ട് ഇത് ഞാനിവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നീക്കി വയ്ക്കുക. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വേണം. ഞാനിവിടെ ഇതേപോലെ ഇത്രയ്ക്ക് ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. ഞാനത് ഒരു വർഷം നേരെ ചേർത്താണ്. ഇതൊന്ന് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ പച്ചമുളക് എന്നാലും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഞാനിവിടെ ഇതേപോലത്തെ ചെറിയ പച്ചമുളക് ഒരു 4 എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഈ എരിവിന് വേണ്ടിയിട്ട് മുളകിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട്. അത് പച്ചമുളക് കുറച്ച് ചേർത്തിട്ട് മുളകിൻ്റെ പൊടി കൂടുതൽ ചേർത്താൽ മതി. അപ്പോഴായിരിക്കും നമ്മുടെ കറിക്കൊക്കെ നല്ലൊരു കളറും കിട്ടുക. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും വേണം, മല്ലിപ്പൊടിയും വേണം, മുളകിൻ്റെ പൊടിയും വേണം. പിന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ചുള്ളൂ. കാരണം ഉലുവ ഒരുപാട് ചേർക്കരുത്. ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു കൈപ്രസ് ഉണ്ടാവും. പിന്നെ ഞാനിവിടെ ഇതേപോലെ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇതൊരു 12 കുരുമുളകുണ്ട്. ഇതൊന്ന് ചതച്ചിട്ട് ചേർക്കുക കറിയിലേക്ക്, പൊടിയായിട്ട് ചേർക്കണ്ട. നമ്മൾ ഉള്ളിയൊക്കെയും ചതയ്ക്കുന്ന കല്ലുണ്ടല്ലോ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുക്കുക. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കായത്തിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വാളംപുളിയും കൂടിയും പിഴിഞ്ഞിട്ട് ചേർക്കും. അപ്പോൾ ആ ശർക്കരയുടെ ടേസ്റ്റും കൂടി ആകുമ്പോൾ അതിന് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ കറിയുടെ പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ വാളംപുളി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇത്രയ്ക്ക് വലിപ്പമുള്ള വാളംപുളിയാണ് എടുത്തേക്കുന്നത്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് പിഴിഞ്ഞിട്ട് എടുക്കണം. അപ്പോൾ വാളംപുളി നമ്മുടെ കറിയുടെ പുളിക്കനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാലും കൂടിയും ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടാണ് തേങ്ങാപ്പാൽ എടുത്തേക്കുന്നത്. ഈ തേങ്ങാപ്പാൽ ഒരു 1.25 കപ്പുണ്ട്. അതിപ്പോൾ കൃത്യം ഇത്രയ്ക്ക് അളവ് തന്നെ വേണമെന്നില്ല. അപ്പോൾ ഒരു തേങ്ങയുടെ പകുതി പിഴിഞ്ഞിട്ട് ഏകദേശം ഇത്രയ്ക്ക് തേങ്ങാപ്പാൽ എടുക്കുക. ഇതിപ്പോൾ നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 ഗ്ലാസ് തേങ്ങാപ്പാലുണ്ടാവും. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. പിന്നെ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൺചട്ടിയിലാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അതേപോലെ ഇങ്ങനെ മൺചട്ടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൺചട്ടിയിൽ വെക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സാധാരണ കറി വെക്കാൻ എടുക്കണ ഏത് ടൈപ്പ് പാത്രം ആയിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ മൺചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് വെളിച്ചെണ്ണ കേട്ടോ. ഇവിടെ ഇപ്പോൾ ചെറുതായിട്ട് തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത്. പിന്നെ നാട്ടിലെ വെളിച്ചെണ്ണയല്ല കേട്ടോ. ഇതിവിടെ അമേരിക്കയിൽ ഉള്ള ഒരു കടയിൽ നിന്ന് നമ്മൾ വാങ്ങണ വെളിച്ചെണ്ണയാണിത്. കോസ്കോ എന്ന് പറഞ്ഞിട്ട് അവിടെ നല്ല വെളിച്ചെണ്ണ കിട്ടും. വെളിച്ചെണ്ണയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ലുണ്ട്, നല്ല വെളിച്ചെണ്ണ. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. ഇപ്പോൾ കടുക് ചിലവർക്ക് ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പോൾ കടുക് കുറച്ച് ചേർത്താലും മതി. കാരണം എനിക്ക് കടുക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാ കറിയിലും കടുക് കുറച്ച് കൂടുതൽ ചേർക്കാം. ഈ മൺചട്ടിയിലേക്ക് നമ്മൾ ചില സമയത്ത് ഇങ്ങനെ കറി വെക്കുമ്പോൾ ഇപ്പോൾ ഞാൻ കടുക് ഇട്ട് കഴിഞ്ഞിട്ട് കടുക് പൊട്ടിയിട്ടില്ല. പക്ഷെ അതിന് മുമ്പ് തന്നെ ഈ കലത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പുക വന്നു തുടങ്ങി. അപ്പോൾ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണം. അത് മൺചട്ടിയിൽ നമ്മളിപ്പോൾ എന്ത് മീൻകറി വെക്കുമ്പോഴായിരുന്നാലും എന്ത് വെക്കുമ്പോഴായിരുന്നാലും അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മൺചട്ടി ഒരു പരിധിയിൽ കൂടുതൽ അങ്ങോട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എണ്ണയാണ് അതിനകത്ത് ഇരിക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലാണ് ഇരിക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടമാനം പുക വരും. ഇപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുകാണ്ട് മുഴുവനും പൊട്ടി തീരാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇനി ഇതിലേക്ക് ഉലുവ ചേർക്കുക. ഉലുവ ഞാനിവിടെ 1/4 ടീസ്പൂണാണ് ചേർത്തേക്കുന്നത്. ഉലുവയും ഇതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മുരിയണം. ഇതൊക്കെ നമ്മൾ ഏറ്റവും ആദ്യം പൊട്ടിക്കാനുള്ളത് പൊട്ടിക്കും, മൊരിക്കാനുള്ളതൊക്കെ മൊരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉള്ളി അല്ലെങ്കിൽ സവോളയൊക്കെ ചേർക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. അല്ലെങ്കിൽ സവോളയുടെ ഉള്ളിലുള്ള വെള്ളം കൊണ്ട് ഇതൊന്നും അങ്ങോട്ട് പൊട്ടയില്ല, മൊരിയുകയും ചെയ്യില്ല. ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർക്കുക. നിങ്ങളുടെ അടുത്ത് കറിവേപ്പില ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കണം.
ഇതിലേക്ക് 2 ഉണക്കമുളകും ചേർക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇഞ്ചിയും പച്ചമുളകും ഇതൊക്കെ മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത് ഈ ചുവന്നുള്ളി ഇതിനകത്ത് കിടന്നിട്ട് ഒന്ന് വാടിയിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. അത് ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് തന്നെ ഇങ്ങനെ വാടി വരണം. ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് വെള്ളം ചേർക്കരുത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്, ടേബിൾ സ്പൂണിലല്ല ചേർക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കണുള്ളൂ. ഈ ചുവന്നുള്ളി ഒന്ന് വാടിയിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് വരണം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാം. അല്ലെങ്കിൽ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ആണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. മഞ്ഞൾപ്പൊടി അങ്ങനെ കരിയില്ല. മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ കിടന്നിട്ട് അങ്ങോട്ട് മുരിഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ ആ 2 മസാലപ്പൊടികൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാം. ഈ ചുവന്നുള്ളി ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞൊന്ന് വാടിയ പോലെ വരണം. ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് വെള്ളം ചേർക്കരുത്. അപ്പോൾ അതിന് അത്രയ്ക്ക് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതൊരു 12 കുരുമുളകാണ് ഉണ്ടായിരുന്നത്. ഇത് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതും ഈ തീ പതുക്കെ ഒന്ന് കുറച്ചിട്ടൊന്ന് മൂടി വയ്ക്കുക. ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുക. കുറച്ച് നേരം തുറന്നിട്ട് ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഇങ്ങനെ വാട്ടിയ പോലെ എടുക്കുക. അപ്പോൾ ഇപ്പോൾ കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഈ ഒരുപാട് കൂട്ടി വയ്ക്കണ്ട. അപ്പോൾ ഞാനിവിടെ തീ കുറച്ചിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിത് മൂടി വയ്ക്കണില്ല. ഇനി തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് വാട്ടിയ പോലെ ഇടുക. ഇത് മുഴുവൻ നേരം അങ്ങോട്ട് മൂടി വയ്ക്കണ്ട. അത് കാരണം ഇതൊന്ന് വേവുകയും ചെയ്യണം, ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് മൊരിഞ്ഞ് വരികയും ചെയ്യണം ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട്. അപ്പോഴായിരിക്കുമല്ലോ ഈ ഉള്ളി കഴിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തൊക്കെ ആയിരുന്നാലും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഞാനിതിലേക്ക് 1.5 ടീസ്പൂണാണ് ചേർക്കുന്നത്. അത് ഞാനിവിടെ മെഷറിംഗ് സ്പൂണിലാണ് ചേർക്കുന്നത്. അപ്പോൾ അത് അധികമൊന്നും ഇല്ല കേട്ടോ. കാരണം നിങ്ങൾ വലിയ സ്പൂണിലേക്ക് അങ്ങനെ ചേർക്കരുത്, ഒരുപാട് ചേർക്കരുത്. ഈ വാളംപുളിയൊക്കെ ചേർക്കുന്ന കറിയിൽ മല്ലിപ്പൊടിയൊക്കെ കുറേ ചേർത്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി മല്ലിപ്പൊടി ഞാൻ അത് കിടന്നിട്ട് നന്നായിട്ട് മൊരിയണം. ഇപ്പോൾ മല്ലിപ്പൊടി ഞാൻ അത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. മുളകിൻ്റെ പൊടി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ മുളകിൻ്റെ പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. മുളകിൻ്റെ പൊടി ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. പ്രത്യേകിച്ച് മൺചട്ടിയിലേക്ക് ഉണ്ടാക്കുമ്പോൾ തീ എന്തോരം കുറച്ച് വയ്ക്കാമോ അത്രയ്ക്ക് കുറച്ച് വയ്ക്കുക. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഒരു 2-3 സെക്കൻഡ് വെച്ചാലും കുഴപ്പമില്ല. കാരണം ഈ മൺചട്ടിക്ക് നല്ല ചൂടുണ്ടാവും. തീ എങ്ങാനും കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മുളകിൻ്റെ പൊടിയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും, പ്രത്യേകിച്ച് മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ മസാലപ്പൊടികളെല്ലാവരും ഇതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കരിഞ്ഞിട്ട് ഒരു കറുത്ത കളറാവരുത്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഞാനിവിടെ വാളംപുളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. അത് ഒറ്റയടിക്ക് തന്നെ മുഴുവനായിട്ട് ചേർക്കണ്ട, ഇനി തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ വാളംപുളി നിങ്ങൾ പിഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ ഒരുപാട് ഭയങ്കര തിക്കായിട്ട് പിഴിഞ്ഞിട്ട് എടുക്കണ്ട. ഇതേപോലെ തന്നെ കുറച്ച് വെള്ളം പോലെ പിഴിഞ്ഞിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഈ വാളംപുളിക്ക് കിടന്നിട്ട് അങ്ങോട്ട് വേവാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ, ഭയങ്കര തിക്കിലെടുത്തിട്ടുണ്ടെങ്കിൽ. എന്നാൽ ഒരുപാട് വെള്ളം പോലെ എടുക്കാൻ വേണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലും കൂടി ചേർക്കുമല്ലോ, അപ്പോൾ കുറച്ച് ലൂസായിട്ട് എടുക്കാം. ഇനി തീ നന്നായിട്ട് കുറച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് മൂടി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഈ പുളിയൊക്കെയും ഈ ഉള്ളിയുടെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണമല്ലോ. ഒരു 5 മിനിറ്റ് തീ കുറച്ചിട്ട് തന്നെ മൂടി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 മിനിറ്റ് തീ നന്നായിട്ട് കുറച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചുവന്നുള്ളിക്ക് മീൻ്റെ കൂടെ കിടന്നിട്ട് ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വരണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ വരട്ടി എടുക്കാമെന്ന് പറയില്ല, അതേപോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതേപോലെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഇനി തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം.
ഈ കറിയിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കായത്തിൻ്റെ പൊടി ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കായത്തിൻ്റെ ടേസ്റ്റ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായത്തിൻ്റെ പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് നമ്മൾ കറിയിലേക്കൊക്കെ ഉപ്പ് ചേർക്കില്ലേ, അതേപോലെ കുറച്ച് ചേർക്കാം. ഇതിലേക്ക് ശർക്കരയും ചേർക്കാം. ഈ കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് കറിയിലേക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും ചേർക്കാം. അപ്പോൾ കറിയിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഈ കറി നന്നായിട്ട് തിളച്ചിട്ട് ഇതിൻ്റെ ഈ ചാറുണ്ടല്ലോ, ഈ കറിയുടെ ചാറ് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരണം. അപ്പോൾ ഈ കറി മൂടി വയ്ക്കാം. കറി നമ്മൾ മൂടി വെച്ച് കഴിയുമ്പോൾ തിളച്ച് പോകാണ്ട് നോക്കിയാൽ വേണം. ഞാനിവിടെ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടാണ് മൂടി വയ്ക്കുന്നത്. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ തീ പതുക്കെ ഒന്ന് കുറച്ചിട്ട് മൂടി വയ്ക്കുക. ഈ കറിയിൽ ഗ്രേവി ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരെയും വേണം, ഓയിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തെളിഞ്ഞ് വരെയും വേണം. ഈ കറിയുടെ ഗ്രേവിക്കും ചെറുതായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ ഓയിലും ചെറുതായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ ഇരിക്കണം കറി, ഒരുപാട് വെള്ളം പോലെ ഇരിക്കരുത്. ഗ്രേവി ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തിക്കായിട്ടിരിക്കുക. ഈ തീ ഓഫ് ചെയ്യുക. ഈ കറി ഒരു 10 മിനിറ്റും കൂടി ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ ഈ കറി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ, ഒന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കറിയുടെ കളർ ഒന്നും കൂടി നല്ലൊരു ഡാർക്കായിട്ട് വരും. അപ്പോൾ ഇതൊന്ന് മൂടി വയ്ക്കുക. നിങ്ങളിങ്ങനെ ആ കറിയുടെ കളറൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടോ. കാരണം എന്ത് കറി ആയിരുന്നാലും നമ്മൾ തീ ഓഫ് ചെയ്ത വഴിക്ക് തന്നെ ആ കറിയുടെ ശരിക്കുള്ള കളർ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കറി ഞാനിവിടെ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കറി ഒന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും. ഇപ്പോൾ ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ കറി ഇതേപോലെ ഇങ്ങനെ തിക്കായിട്ട് വരെയും ചെയ്യണം. ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ എണ്ണ പോലെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിങ്ങനെ തെളിഞ്ഞ് വരെയും വേണം. ഈ കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇത് നമ്മുടെ ചോറിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നല്ല രസമുള്ളൊരു കറിയാണത്. ഈ കറി നിങ്ങൾ ഫ്രിഡ്ജിലേക്കും എടുത്ത് വയ്ക്കേണ്ട. ഇപ്പോൾ ഒരു ദിവസം എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി വരാണെന്നുണ്ടെങ്കിൽ ഈ കറി ഇതേപോലെ തന്നെ തിളപ്പിച്ചിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. അങ്ങനെ തന്നെ തിളപ്പിച്ച പോലെ തന്നെ മൂടിയിട്ട് വയ്ക്കുക. അപ്പോൾ പിറ്റേ ദിവസത്തേക്കും ഈ കറി കേട് വരേണ്ടിരുന്നോളും. അതേപോലെ ഇങ്ങനെ ഓരോ പ്രാവശ്യം എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോഴും കറി നന്നായിട്ട് തിളപ്പിച്ചിട്ട് അങ്ങനെ തന്നെ മൂടി വയ്ക്കുക. വേർപ്പുള്ളൊന്നും കളയണ്ട. ഞാൻ സാധാരണ അങ്ങനെ കളയാറില്ല. നന്നായിട്ട് തിളപ്പിച്ചിട്ട് അങ്ങനെ തന്നെ മൂടി വയ്ക്കും. അപ്പോൾ ഒരു 3 ദിവസം വരെ ഈ കറി ഫ്രിഡ്ജിൽ വെക്കാണ്ട് തന്നെ ഈ കറി കേടാവാണ്ടിരിക്കുകയും ചെയ്യും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവുന്നത്.